അല്ല ഈ സൈഡ് മാത്രമല്ലോ അവിടെയൊക്കെ ഉറങ്ങിയ എനിക്ക് കയ്യടി കിട്ടണ്ട. എല്ലാവരും ശക്തമായിട്ട് ഒരുമിച്ചൊന്ന് കൂവിയേ, ഒന്നുകൂടെ ശക്തമായിട്ട് കൂവിയേ. ആ സൈഡ് പോരാ. നിങ്ങൾ എന്ത് കുടിച്ചിട്ടാണ് ഇത്രയും മുമ്പേ താടിക്ക് നല്ലൊരു കയ്യടി കൊടുത്ത്. അത് പറ, മാർക്കറ്റിലെ ജോലിക്കാരെ കൊടുക്കുന്ന കയ്യടി. അവിടെ പവർ വേറെ ആയിരിക്കും, അതാണ് മുമ്പ് പറഞ്ഞത്. അപ്പൊ എന്തായാലും അമീർ മാർക്കറ്റ് മലയാളി സംഗമത്തിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മയും സ്നേഹവും കാണുമ്പോൾ തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ ഒരു പവറായിട്ടൊക്കെ വരികയാണ്. അപ്പൊ അടിച്ചു പൊളിക്കാൻ നമുക്കിപ്പോ ഇത്രയും നേരം കുറെ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടു ആസ്വദിച്ചു. ഇനി കുറച്ചു നേരം വേറൊരു വൈബിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. മിമിക്രിയും കോമഡിയും ഒക്കെ ഇഷ്ടമാണോ? പാട്ട് ഇവിടെ വരും. നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ റെഡിയാണ്. അടിച്ചു പൊളിച്ച് നമ്മള് കൈതൽ. പേരെന്താണ് പറഞ്ഞത്? മുമ്പര കുഞ്ഞാവേ. ഇത്ര വലിയ ശരീരവും പേര് കുഞ്ഞാവ്. അറിഞ്ഞിട്ട പേരാട്ടോ നിങ്ങൾ. താടിക്കാരൻ കുഞ്ഞാവ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ചു നേരം ഒരു വേറൊരു ഇതിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അപ്പൊ ഈ ബാക്കിലിരിക്കുന്നവരൊന്നും എനിക്ക് ശരിക്കും കാണാൻ വയ്യ, ഈ ലൈറ്റ് അങ്ങോട്ടില്ലാത്തതുകൊണ്ട്. ഒന്ന് കൈയൊക്കെ പൊക്കാവോ? ഓക്കെ. അപ്പൊ ഇനി ഞാൻ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാമിന്റെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകളൊക്കെ ഇപ്പൊ നമ്മൾ ക്ഷണിച്ചിട്ട് ഇവിടെ പ്രോഗ്രാമിൽ വരും. ഒരാളെ നമ്മൾ ഇവിടെ ക്ഷണിക്കാതെ വന്നു കഴിഞ്ഞാൽ അയാൾ പറയുന്നത്, എനിക്കൊന്നും നമ്മുടെ താടിക്കാരൻ കുഞ്ഞാവ ചേട്ടൻ തന്നെ മൂപ്പരാണ് ഒരാളെ ഇവിടെ പ്രോഗ്രാമിൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല എന്ന് വിചാരിക്കുക. വേറെ ആരുമല്ല, സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പൊ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാലചേട്ടനെ മുമ്പിൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ബാലചേട്ടൻ ഇവിടെ ഈ ലൈവായിട്ട് സ്റ്റേജിൽ വന്ന് സംസാരിക്കുന്നത് താടിക്കാരൻ കുഞ്ഞാവനെ നോക്കിയിട്ട് ഇങ്ങനെയായിരിക്കും. ഞാൻ വളരെ ലാസ്റ്റ് കേട്ടൊരു കാര്യം പറയട്ടെ. ഇവനല്ല ഈ കുഞ്ഞാവ, ഇവ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അമീർ മാർക്കറ്റിന്റെ പ്രോഗ്രാമിൽ എന്നെ വിളിച്ചില്ല. അത് റാഗല്ലേ? നീങ്ക വന്ന സ്റ്റേജിലേക്ക് കയറുക. അറിവിക്കട്ടെ മുട്ടകള മിണ്ടാതിരിക്കട്ടെ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ കുഞ്ചാവ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ വലിയ ആളായി, തടിയുണ്ട് എല്ലാം എന്നെ തക്കിടുമായിരുന്നു. ഓർമ്മയുണ്ട് തന്നെ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ക്ലാസ്മേറ്റ്. പക്ഷെ ഇപ്പൊ വലിയ ആളായി എന്നെന്താ വിളിക്കാൻ ഇവിടെ പ്രോഗ്രാമിന്? ആരുടെ നമ്പറിൽ വിളിച്ച്? ഏതെങ്കിലും പെണ്ണെങ്കിലും നമ്പറിൽ വിളിച്ചിട്ടുണ്ടോ? അത് പറയല്ലേ എനിക്കല്ല. എനിക്ക് അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഏതായാലും നല്ലൊരു കയ്യിൽ കുറിക്കണ്ട ഈ ആത്മാർത്ഥ സുഹൃത്ത് കുഞ്ചാവന്റെ ചങ്കാണ്. അതേ അറബിയല്ലേ കന്തൂരിട്ട് നിൽക്കുന്നത്? ഷഫീഖ് നിസാദ് കൈപൊക്ക് നല്ലൊരു കയ്യിൽ കൊടുക്കും. നിസാദ് ഷഫീഖിനൊരു കയ്യിൽ കൊടുക്കും. അപ്പൊ എന്തായാലും കുഞ്ചാവൻ കുറച്ചേരം ഇറങ്ങിയേക്കും. കുഞ്ചാവക്ക് നല്ലൊരു കയ്യിൽ കൊടുക്കല്ലോ. കുഞ്ചാവൻ നാം വിളിക്കാം. അപ്പൊ എന്തായാലും നാന് വളരെ ഒരു വിഷമത്തില് എന്റെ മനസ്സിലൊരു വിഷമമുണ്ട് അവനെ വിളിക്കാത്ത. പക്ഷേ ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഈ മാഡത്തിനെ കണ്ടപ്പോ എന്റെ വിഷമമൊക്കെ പോയി. ഞാൻ വളരെ ഒരു റൊമാൻറ്റിക് മൂഡ്. ഒന്ന് സ്റ്റേജിൽ വരെ വരാമോ? ഞാൻ നല്ലൊരു കയ്യടി കൊടുത്താൽ വരും. ജസ്റ്റ് വരും, നല്ലൊരു കയ്യടി. അല്ല വേറെ ഒന്നുമല്ല, ഞാൻ എനിക്ക് കണ്ടപ്പോ ഒരു റൊമാൻറ്റിക് ഫീൽ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ഒരു റൊമാൻറ്റിക് ഡയലോഗ് അവരെ നോക്കിയിട്ട് പറയാന്ന് വിചാരിക്കുന്നത്. നല്ലൊരു BGM കൊടുത്ത് BGM കൊടുക്കുന്നു. റൊമാൻറ്റിക് സ്ലോ മോഷനിൽ നടന്നു വന്നതിന്റെ പരിപാടികൾ ഞാൻ ഒന്നും ചെയ്യില്ല. എന്താണ് പേരെന്താണ്? മൈക്കൊക്കെ പിടിച്ചു വാങ്ങിച്ചു. സഫ്രീന എന്ത് ചെയ്യുന്നു? ഒരുപാട് ആളുകളെ നോക്കുന്ന ആളാണ്, HR ആണ് അല്ലേ? നാട്ടിലവര് എറണാകുളം, 4 എറണാകുളം. അപ്പൊ ഈ സഫ്രീന അല്ലേ, ഈ സഫ്രീന നോക്കിയിട്ട് ഹൃദയ സിനിമയിലെ ഒരു ഡയലോഗ് പറയട്ടെ.
അത് വളരെ ഒരു ഇമോഷണൽ കണക്ട് ഉള്ള ഒരു ഡയലോഗാണ്. ഞാൻ ബീജിയം പോടുക ഇത് സഫ്രീന, നീ മുടി ഇങ്ങനെ ചുരുട്ടി കൂട്ടി ഇങ്ങനെ വെക്കരുത്, ഈ ചാപ്പിട്ട് ഇങ്ങനെ വെക്കരുത്, നീ അലിച്ചിട്, ഇതെല്ലാം കൂടി എടുത്ത് അലിച്ചിട്ട് നല്ല രസമുണ്ടാവും സഫ്രീനെ അല്ലേ? ശരിയല്ലേ? നല്ലൊരു കൈയടി ഇവർക്ക് സഫ്രീന്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. ഐഫോൺ 14 ആണ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെ. ഓക്കെ, അപ്പൊ താങ്ക് യു. നല്ലൊരു കൈയടി കൊടുക്കും സഫ്രീന്. അപ്പോ ബാലചേട്ടൻ വന്നിരുന്നെങ്കിൽ ഒരു അവസ്ഥ ഇങ്ങനെയായിരിക്കും ഇവിടെ വന്നിട്ട് ഒരു സംഭവം. ഇനിയിപ്പോ വേറെ ആരെങ്കിലും നമുക്ക് കൊണ്ടുവരണോ? ആരാ ആരാടാ? അടൂർ ബാസിയ നമുക്ക് ഒരു ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഷെയ്ൻ ടോം ചാക്കോ ആണോ ഷെയ്ൻ നിക്കോ ആണോ? ഷെയ്ൻ ടോം ചാക്കോ വന്നാൽ വലിയ വിഷയമായിരിക്കും ഇവിടെ. ഇതൊക്കെ എടുത്ത് ഇവിടെ എന്താ പരിപാടി? നിങ്ങൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നു. പുള്ളിയുടെ നീലശട്ട് കണ്ടിട്ട് എന്റെ കണ്ണടിച്ചു പോവാ. എന്തായാലും ഒരുപാട് സന്തോഷം. ആ കുഞ്ഞാവുണ്ടല്ലോ. എന്തായാലും ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ കൊണ്ട് അവന്മാർ സ്കൂൾ വിട്ടവർ ഇങ്ങനെ നടക്കുക. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ തബലച്ചേട്ടൻ കുറെ നേരം അവിടെ വെറുതെ ഇരിക്കണം. അതിനൊരു പാട്ട് എടുക്കൊടുക്കും. 2 തബല ഉണ്ടല്ലോ അവിടെ. എന്തായാലും എല്ലാവരും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ചില ആളുകൾ ചോദിക്കാം എന്ത് സാധനം അടിച്ചേ? നാട്ടിലെല്ലാവരും അടിക്കുന്ന സാധനം നമ്മൾ അടിക്കുക അല്ലേ? അല്ലാതെ പ്രത്യേകിച്ച് സാധനമൊന്നും ഇല്ല അടിക്കാൻ. മനസ്സിലായോ? ഇങ്ങനെയായിരിക്കും പുള്ളി എടുക്കുന്നത്. പുള്ളി എന്താ പറയുന്നത്? പുള്ളി ഇനി വേറൊരാളുണ്ട് ഷെയ്ൻ നിഗം. മൂപ്പർക്ക് ഒരു താല്പര്യമില്ല. എവിടെയെങ്കിലും ഷെയ്ൻ നിഗം കണ്ടല്ലോ ഇങ്ങനെ 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 തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താണ് വേറൊന്നും അല്ല ഇറ്റടിച്ചിട്ട് ഞാൻ വേറൊരു ട്രിപ്പിലേക്ക് പോയി. എന്താണ് വെച്ചാണ് ചിൽവ ഇവാക്ക് പൊടിയാക്ക് വൻപായി എന്താണ് പേരെന്താണ്? തലയാട്ടെന്നാണോ പേര്? ശിവാസ് വാസുണ്ണനാ ഫാസിൽ. ഫാസിൽ പൊടിയാണ്, കൂടാണ്, വേറെ വൈബാണ്. ഫാസിലിന്റെ കമ്പനിക്കാരനാണ്. ഒന്നും പറയാനില്ല. അല്ല വേറെ കുറെ കാര്യങ്ങളുണ്ട് ഫാസിൽ. അതിവിടെ പറയാനുള്ളൂ, പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും എല്ലാവരും അടിച്ചു പൊളിക്കുക, പൊളിയാക്കുക, വൻ മൂടാക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഇത്. കാരണം എല്ലാം എന്ത് പറഞ്ഞാലും പൊളിയാണ്, വൻ വൈബാണ്, മൂടാണ്, പൊളിയാണ്. അപ്പൊ അങ്ങനെയാണ് ഷെയ്ൻ നിഗത്തിന്റെ ഒരു സംഭവം. ഇനി വേറെ സംഭവം ഇപ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അക്ഷയ് കുമാറിന് ഇഷ്ടമാണ് നമ്മുടെ കില്ലാടി. ഞാൻ നിങ്ങളോട് കുറച്ച് ക്രൂരതകൾ ചെയ്യാറുണ്ട്, വേറെ ഒന്നുമല്ല. ഈ ടി വിയിലൊക്കെ കുറച്ച് പരസ്യങ്ങൾ വരുന്ന കാണാറുണ്ട്. ഈ അമിതാഭ് ബച്ചൻ സാർ വന്ന് മലയാളം പറയുന്നു, അക്ഷയ് കുമാർ സാറൊക്കെ വന്ന് ഇങ്ങനത്തുള്ള ക്രൂരതകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഇപ്പൊ ഈ അമിതാഭ് ബച്ചൻ സാറൊക്കെ വന്നിട്ട് പറയുന്നത് കരുത്തുറ്റ കമ്പികൾ. പുള്ളി പറയുന്നതാണ് കരുത്തുറ്റ കമ്പികൾ. അപ്പൊ അതുപോലെ ഇയാളുടെ വേറെ ഒന്നുണ്ട്. അക്ഷയ് കുമാറിന്റെ ഒരു കോമഡി ഞാൻ ടി വി നോക്കിയപ്പോൾ ഇയാളൊന്നും പറയാം, ഹാർപിക് ഉപയോഗിക്കൂ, നിങ്ങളുടെ കുടുംബം വൃത്തിയാക്കൂ. അക്ഷയ് കുമാറാണ് പറയുന്നത് ഹാർപിക് ഉപയോഗിക്കൂ, കുടുംബം വൃത്തിയാക്കൂ. അപ്പൊ ഇയാള് ഈ ഇടക്ക് എല്ലാ സിനിമകളും ഈ മറ്റേ റീമേക്ക് ചെയ്താണ് മുമ്പേ ഒരു ജോലി. ഏത് സിനിമ ഇറങ്ങിയാലും ഇങ്ങനെ റീമേക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ അടുത്ത് മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് പുള്ളിക്ക് ഒരു കൊതി. പുള്ളി വന്നിട്ട് പറയാം, ഞാനിവിടെ ഒരു സിനിമ കണ്ടു, മഞ്ഞുമൽ ബോയ്സ്. അത് വളരെ സൂപ്പർ ഫിലിം. ആ സിനിമ ഞാൻ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുന്നു. സിനിമയുടെ പേര് ചോദിക്കും, ഗുഹാ കാ ഖിലാഡി. അപ്പൊ പറഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്തായാലും പുള്ളി പിന്നെ വേറെ ഗുഹാ കാ ഖിലാഡി വേറെ ഉണ്ട്. മറ്റേ ഏതാ ആട് ജീവിതം പുള്ളി മാറ്റാൻ പോകുന്നത് മരുഭൂമി കാ ഖിലാഡി അഥവാ മട്ടൺ ലൈഫ്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങളാണ് പുള്ളിയുടെ പരിപാടികൾ. അപ്പൊ ഇനി അതുപോലെ എനിക്കിപ്പോ ഇവിടെ ലൈവായിട്ട് വന്ന ഉദിത് നാരായണജിയുടെ ഫാൻസ് ഉണ്ടോ അവിടെ? 90s ഇവിടെ 90s ആളുകൾ വികാരം കാണിച്ചു ഉദിത് നാരായണജി. അപ്പൊ ഈ ഉദിത് നാരായൺ സാറിന്റെ ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മുടെ മ്യൂസീഷ്യൻസിനൊക്കെ അറിയാൻ പറ്റും, ഏത് പാട്ട് പാടിയാലും പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. പുള്ളിക്ക് സങ്കടമില്ല. സങ്കട പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, പക്ഷെ ലൈവ് സ്റ്റേജിൽ ലൈവ് ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം പുള്ളി ഇങ്ങനെ കോഴിക്കുഞ്ഞിനെ കൂട്ടിയത് വിട്ടവരെ ഇങ്ങനെയൊക്കെ നടക്കും, പിന്നെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ ഉദിത് സാറിന്റെ എനിക്ക് തോന്നിയത്, അപ്പൊ ഇയാള് മലയാളത്തിൽ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പൊ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ വളരെ സാഡ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട്, ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന് പറയുന്ന ഒരു സോങ്. ഈ സോങ് ദാസേട്ടന് പകരം ഉദിച്ചിയാണ് പാടിയിരുന്നെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഫീൽ, ആ ഒരു
ടോട്ടൽ. അപ്പൊ വരികൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ പാട്ടിന്റെ, എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. ആ സാഡ് ആയിട്ടുള്ള സോങ് ഉദിച്ച് പാടിയ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ഞാനൊന്ന് പാടുന്നൊന്ന് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ തുടങ്ങുന്ന പുള്ളി പടന്നായിരുന്നു. ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്ന് ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിനുള്ളിഴയാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിനുള്ളിഴയാരും തുടച്ചില്ല. ഇനി ശ്രദ്ധിക്കണം. ഈ ചന്ദന പൊൻചിതയിൽ എന്റെ അച്ഛനറിയുമ്പോൾ, അച്ഛൻ മരിച്ചു കിടക്കണം, മച്ചകത്താറോ തേങ്ങിപ്പറക്കും അമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ. ഇനി മെയിൻ സാധനം ഇന്നലെ ആഹാ ആഹാ ആഹാ. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ ആരും മരിച്ചു കിടക്കുന്ന സീനൊക്കെ മൊത്തം മാറി പുള്ളിയതിന് വേറെ വൈബിലേക്ക് ആക്കി. അപ്പൊ അങ്ങനെയാണ് കുറെ സംഭവങ്ങൾ പോവാം. ഇനി എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഓഡിയൻസിലേക്ക് കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നുന്ന ഏറ്റവും വലിയൊരു കാര്യം, മമ്മൂക്ക ഫാൻസ് ഉണ്ടോ? ലാലേട്ടൻ ഫാൻസ്? അവ ഉറങ്ങിയായിരുന്നു. ഷെയ്ൻ ടോം ചാക്കോനല്ലേ ഞാൻ ചെയ്തത്. ഷെയ്ൻ ടോം ചാക്കോ അതാണ് എന്നെ പൊളിച്ചു കളഞ്ഞു. അപ്പൊ അത് ശരിയായില്ലെന്നാണ് അവൻ പറഞ്ഞത്. മനസ്സിലായില്ല അപ്പൊ ഈ ലാലേട്ടന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മുള്ളംകൊല്ലി വേലായുധനായിട്ട് ഈ നമ്മുടെ മറ്റേ ഏതാ സിനിമയുടെ പേര്, നരൻ ജോഷ് സാറിന്റെ സിനിമയില് നരനിൽ അങ്ങനെ അഭിനയിച്ചു. അപ്പൊ ആ മുള്ളംകൊല്ലി വേലായുധൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അവീർ മാർക്കറ്റിലെ കൂട്ടായ്മയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്ന ഒരു സംഭവം ഇങ്ങനെ, എനിക്ക് ആ ബീച്ച് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് പ്ലേ ചെയ്താണ്. കാണുന്ന പുഴ സാറെ വേലായുധന്റെ അമ്മ വിശന്നപ്പോ എല്ലാം മൂട്ടി, കരഞ്ഞപ്പോ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി. കണ്ടില്ല സാറേ, വേലായുധന്റെ യാത്ര അയക്കാൻ അവീർ മാർക്കറ്റ് ഫുള്ളെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല. ആ നിൽക്കുന്ന കുട്ടി ആരെന്നറിയോ? അതാണ് ലീല. അവളെന്നെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? മുള്ളംകൊല്ലിയിലെ മഹാരാജാവ്. വേലായുധൻ ഇനി ഇവിടെ നിന്ന വേലായുധൻ കരയുന്ന നിങ്ങൾ കാണും, അത് മോശമാണ്. വേലായുധന് നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പിലായിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു സംഭവം. അപ്പൊ ഇനി ഞാൻ അധികം ലൈവ് സംഭവം ചെയ്യുന്നത്, ഇവിടെ നല്ലൊരു LED വാൾ നമുക്ക് കുറച്ചു നേരമായിട്ട് അറിയാം. ഒരു 7 മിനിറ്റ് ഞാൻ കട കൊടുക്കുകയാണ്. ആ ഒരു 7 മിനിറ്റ് നിങ്ങൾ ഈ LED വാളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ആണെന്ന് നേരത്തെ നമ്മുടെ ആങ്കർ പറഞ്ഞു. ഈ ഡബിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ലൈവായിട്ട് ചെയ്യുമ്പോൾ ഒരു സംഭവം പറയുന്നത്. കാരണം സ്റ്റുഡിയോയിൽ നമ്മൾ ഒരുപാട് ടേക്കുകൾ എടുത്തിട്ടായിരിക്കും ഡബിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുക. ഇതിപ്പോൾ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു 7-7.5 മിനിറ്റിന്റെ ഒരു വീഡിയോ ആണ്. അതിൽ മലയാളം മുതൽ തമിഴ്, ഹിന്ദി, അങ്ങനെ ഓൾ ലാംഗ്വേജസിലെ സ്റ്റാർസിന്റെ സംഭവങ്ങൾ ഇങ്ങനെ പോകും. അപ്പോൾ അവർക്ക് ലിപ്പിൽ അവിടെ ഇതുണ്ടാവില്ല, ഞാനായിരിക്കും അവിടെ ഡബ് ചെയ്യുക. ഓപ്പോസിറ്റ് ഉള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും വരിക. അപ്പൊ എനിക്ക് സ്റ്റേജിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം, സ്റ്റേജ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാവും ഞാനിവിടെ വെച്ച് ചെയ്യും. അപ്പൊ ആ വീഡിയോയില് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഒരു നമ്മുടെ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു പരസ്യം മുതലാണ് ഇത് സ്റ്റാർട്ട് ആവുക. അത് ശ്വാസകോശമല്ല, അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വരാൻ പോകുന്നത്. Tobacco users leads to cancer and attacks legs disorders and other deadly diseases. This film or program do not supposed to use any type of tobacco such as BDs, cigarettes, kainis, etc. സ്റ്റാൻലി നിന്റെ ലിമിറ്റ് എത്തിയിരിക്കുകയാണ്. നീ ഇനി എന്തെങ്കിലും ചെയ്ത പിന്നെ നീ ഉണ്ടാവില്ല. ചേച്ചി, സ്കൂൾ മുതലുള്ള ശീലവും അതിന്റെ വലിയവരാണ്. അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്റെ ഒരു 100 തവണ അടിച്ചാലും ഒരിടെയെങ്കിലും ഞാൻ തിരിച്ചടിക്കും. അതിനെ പറ്റിയില്ലെങ്കിൽ
സ്റ്റാൻലി ജോൺ സദാശിവമോഹനുള്ള തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാൻ പോയി നിൽക്കും. ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള ഗജരാജമക്കാർ കാലയിൽ ഹൈറേഞ്ചിലാണെങ്കിലും അവന് പാരിസിൽ പോയി ചോദിച്ചാലേ സാത്താനെ അവന്റെ അമ്മയുടെ ഒരു ഗജരാജമത്ത് പൊക്കോണം സാത്താന്റെ ഹൈറേഞ്ചിൽ ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. പിന്നെ ഫ്യൂസ് ഇവരുടെ രണ്ടുപേരും എനിക്ക് സാറിന് ദശ വേണം. സാർ മഹാരാജ് സ്കൂളപ്പോഴേ അവിടെ സമയത്തുള്ള റെഡി അതവസരത്തെ വന്ന് കരുതുന്നത്. എടാ പരമാവധി നീ ആരോടാണ് എവിടെന്നാണ് സംസാരിക്കുന്ന ബോർഡേക്കാണ് ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും. എടാ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കോളേജെത്താൻ വേണ്ടി ഞാൻ ആ പണി വേണ്ടാന്ന് വെച്ച് SATC 1.5 ജീപ്പ് പണിക്ക് വന്നേ. നിന്റെ പോലെ ഊരാമ്പലൊക്കെ ചെറുക്കാനല്ല. ഒരു സേതുമാധവൻ കീരിക്കാരൻ അടിക്കാൻ വേണ്ടി തിയേറ്ററിൽ പോകുമ്പോ അവരെ തോപ്പിക്കാൻ പറ്റൂല. ഞാൻ കേട്ടിട്ടുണ്ട് കീരിക്കാരൻ അടിച്ച് തോപ്പിക്കാൻ പറ്റില്ല. ഭാസ്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക. കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. ഇന്ന് എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. 25 ലക്ഷം രൂപ അവനെ പൊട്ടണ ഇത്രയൊക്കെ ചെയ്തണ പൊട്ടണ. മുൻപിടിക്കാനറിയില്ല, മലയാളം സംസാരിക്കാനറിയില്ല. PK രാമദാസിന്റെ മകൻ ജിതിൻ രാമദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നതിനടുത്ത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന രണ്ട് നല്ല തെറി പറയാനും അറിയാം. സ്റ്റീഫനും നിന്റെ കൂടെ നിന്ന് വന്നാൽ മതി. ബോബിയെ നമുക്ക് അതേപോലെ തട്ടാം. ഉപദേശം കൊള്ളാൻ പരമശാല, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്നെയല്ല എന്റെ തന്ത. ഇവിടെ ഓന്നക്കാര യാവൂന്ന് പറഞ്ഞു. യാവൂ போற இடம்லாம் தொலைஞ்சு போயிடும். அது என்னோட சாபம். ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണോ നിങ്ങൾ. ഇവിടെ ഇനി തൊലഞ്ഞു പോകാനായിട്ട് ഒന്നും ഇല്ല. അതായത് അന്നപ്പന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം അവൻ ബന്ധുവിന്റെ ചൂസിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കിടക്കും. എന്താണ് നിനക്ക് മാസം നടക്കണം, നിനക്ക് പോറച്ചടാ Madonna Viradane, jedna musiki bitte die ja to kali pora ఊళ్ళో గ్రామట బాల ముందు వాడే మరి ఆందోళన జీవన తూడరా వీరండి వీరా എന്റെ ലൈഫിൽ ആദ്യമായിട്ട് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോ. അത് നീയൊക്കെ കാരണം എന്നെ കൊല്ലും, അവനെ കൊല്ലും. ശ്രദ്ധ വെട്ടണോ, തുടിക്കാൻ വെട്ടണോ, എത്ര കൊണ്ടാ വെട്ട മുടിയോ അക്കനെ കൊണ്ടാ വെട്ടണം. இதோட நிறுத்திக்கலாம்ல. ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சுட்டு தான் திரும்ப வர முடியும். ஓரளவு தாண்டி நம்ம கிட்ட பேச்சே கிடையாது. பீச்சு தான் இந்த பேப்பர் வாட்சி போலீஸ்காரன் கொடுங்க. உன் தலை கட்டுறதுக்கு லைஃப் டைம் செட்டில்மெண்ட். கூப்பிட்ட ரோலக்ஸ் ரோலக்ஸ் Sir! Call me sir! Yes, sir. Okay, sir. Yes, sir! So, சீக்க வேலையான ஒரு காரை செல்வார்கள். அது பஸ்ஸோடு இருக்கும்போது காடு பற்றி கிடக்கணும்.
சார் நம்ம முன்னாடி சந்தனத்துக்கு சரக்கு கிடைச்சிருச்சுன்னா இந்த மாதிரி நேரத்தில் வீரர்கள் அடிக்கடி சொல்லும் வார்த்தை என்ன தெரியுமா? പാതകളാണ്. അയ്യോ സാറേ, ഞാൻ എവിടെയൊന്നും പോയിട്ടില്ല. എന്റെ പേര് ജോസഫ് കരുവില. ഇതാണ് എന്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തില് വലിയ പച്ചൻ നിക്കോളാസ്, അത് കഴിച്ച പച്ചൻ കരുവില. ഇപ്പൊ ഞാൻ ഒരു ചെറിയ ആക്സിഡന്റ് അറിയാതെ ഈ ചേട്ടന്റെ പേരിൽ ഒരു പ്രാതി കൊടുത്തു. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട. ഇതാ പ്രാതി തിരിച്ച് ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണോ? इसने शेर की चमड़े में हाथ डालने की कोशिश की है। कौन है ये जो मेरी आदमियों की खून खर्क है? उनकी खून की स्याही की मौत की परवाने में दस्तक रहा। केवलों से डर का मौका पार नहीं होते, कोशिश करने वालों की कभी हार नहीं होती। नानी चीनी जब दाना लेकर चढ़ती है, चढ़ती दीवारों पर सोफार फिसलते हैं। माने का विश्वास रागों की सांस पड़ता है, चढ़कर गिरना, गिरकर चढ़ना करती है। आए उसकी मेहनत बेकार नहीं होती, कोशिश करने वालों की कभी हार नहीं होती। बहुत भरोसा है अपने आप पर। भरोसा भी, हिम्मत भी और ताकत से, और पागल बने से आज से ज्यादा। Don't argue me. जो मैं बोलता हूँ वो मैं करता हूँ, जो मैं नहीं बोलता हूँ वो मैं डेफिनेटली करता हूँ. And you, Mr. Nanga Bali, you so tall, so big, but with a small heart. Chinna, brother, chinna. अभी क्या करना था? फाइट करना था. Come on, let's fight. Come on, come on, let's fight. Come on, मारना आजी, आजी, आजी. और इसमें लगेगा कि मुझे इंसाफ करूंगा just for try. No, stay down, Semilia boss. Common man है, हट जाते हैं. Don't underestimate the power of a common man. Thank you so much. Okay അല്ലേ? അപ്പോൾ ഈ ഒരു സപ്പോർട്ടാണ് ജവലർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരുപാട് പാട്ട് കാര്യങ്ങളൊക്കെ പോകാൻ. ഇനി ഏതെങ്കിലും താരങ്ങളോ എന്തെങ്കിലോ കേൾക്കാനുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വന്നതോ ഞാൻ എനിക്കറിയാവുന്നതാണെങ്കിൽ ശ്രമിക്കാം. മാമുക്കോയോ ഏതാ കളറായിട്ടവൻ മാമുക്കോയോ ചോദിച്ച് എന്റെ കാര്യം നമ്മളേറ്റി ആരാ ഇതെങ്ങനെ ചോദിക്കൂ എന്നുള്ളത് ഞാൻ താങ്കളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി. ഇതാണ് ഇതെല്ലാ സ്റ്റേജിലും ഉണ്ടാവും. മൻമോഹൻ സിംഗ് അങ്ങനെയൊക്കെ ഭയങ്കര വിഷയം. മൻമോഹൻ സിംഗ് പിന്നെ മറ്റേ ഇതില് പറയും അത് മൻമോഹൻ സിംഗിന്റെ ശബ്ദം എങ്ങനെയാണ് എനിക്കറിയില്ല. വെള്ളാപ്പള്ളി, ഈ വെള്ളാപ്പള്ളി സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മലയാളത്തിൽ രണ്ടാളുകളാണ്. ഒന്ന് ലാൽ സാറും വെള്ളാപ്പള്ളി സാറും സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. അത് അവരുടെ കുഴപ്പമല്ല, അത് ഈ മൈക്കിന്റെയോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം ചിലപ്പോൾ. അപ്പൊ ലാൽ സാർ സംസാരിക്കുന്നത്, ലാൽ സാറ് ഇപ്പൊ നോർമലി ഇവിടെ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്ന രീതി ഭയങ്കര ബേസ് ആണല്ലോ. പുള്ളി മാത്രം ഇത് ആസ്വദിക്കും അല്ലേ? പക്ഷെ പുള്ളിയുടെ പഴയ കാലഘട്ടത്തിൽ സിനിമയിലൊക്കെ വേറെ ടൈപ്പാണ്. ഇഷ്ടമുള്ളത് മാത്രം നീ പറയുന്നത് ഇങ്ങനൊരു സംഭവമാണ് പുള്ളി. അത് നമുക്കല്ല, പുള്ളി കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഇതാണ് ഒരു വ്യത്യാസം. ഇനി വെള്ളാപ്പള്ളി നടേശൻ സാർ, എനിക്ക് തോന്നുന്നു ഈ ലാൽ സാർ സംസാരിക്കുന്നത് വെള്ളാപ്പള്ളി സാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാൽ സാർ സംസാരിക്കാം. സന്തോഷം. പിന്നെ വരുമ്പോ എല്ലാവരും മാക്സിമം മഞ്ഞ ഷർട്ടും മഞ്ഞ ചുരിദാറും, അതുപോലെ ഈ ഓർക്കസ്ട്രയൊക്കെ മഞ്ഞ പിയാനോ, മഞ്ഞ ഗിറ്റാറ്, മഞ്ഞ തബല, അപ്പൊ ഒരു മഞ്ഞ മയം ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്.
ഇങ്ങനെ എനിക്ക് പുള്ളി പറഞ്ഞിട്ട് പോകും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ താങ്ക് യു. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അടിപൊളി. അപ്പോൾ ഞാൻ വിട്ടുപോയ കാര്യം, എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക് ടു ഓൾ. അതുപോലെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞാമ്മ പോയി അയ്യോ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഉന്മേഷണം പറഞ്ഞത് ഏഴുമല പൂച്ചോല നമുക്കിപ്പോ പാടാനാണ്. ഏഴുമല പൂച്ചോല ഫാൻസ്, ലാലട്ടൻ ഫാൻസ്, സിൽക്ക് സ്മിതേഴ്സ് ഫാൻസ്, ഭർത്താക്കന്മാരെയൊക്കെ സൂക്ഷിച്ചു. അത് പറഞ്ഞപ്പോ തന്നെ ബാക്ക് സൈഡിൽ ഉറങ്ങി കിടന്ന ആരോഗ്യ പ്രസന്റ്